അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ സ്മരണയിൽ നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ കബറിടത്തിന് ചുറ്റും, കബറിടമുള്ള ഈ പുണ്യഭൂമിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പ്രത്യേക മധ്യസ്ഥം വഴി നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ കർത്താവ് സാധിച്ചു തരട്ടെ എന്ന് ഞാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ വിശുദ്ധമായ ഒരിടമാണ് ഈ രാമപുരം. വളരെ പുരാതനമായ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടമാണിത്. പാറേമാക്കൽ ഗവർണതോറിൻ്റെയും രാമപുരം കുഞ്ഞച്ചൻ്റെയും എല്ലാം ഖബറിടങ്ങൾ ഉൾക്കൊള്ളുന്ന പുണ്യഭൂമിയാണിത്. വളരെ പുരാതനമായ ദേവാലയങ്ങൾ ഉള്ള ഒരു പുണ്യഭൂമിയാണിത്. എത്രയോ വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെട്ട ഇടമാണിത്. ആ രീതിയിൽ ഈ ഒരു പ്രദേശം തന്നെ നമുക്കെല്ലാവർക്കും ആത്മീയമായ ചൈതന്യം പകർന്നു തരുന്നതാണ്. അതുകൊണ്ട് ഇവിടേക്കുള്ള ഓരോ വരവും എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു തീർത്ഥയാത്ര തന്നെയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഭഗവാൻ സച്ചൻ പറഞ്ഞ നല്ല സ്വാഗത വാക്കുകൾക്കെല്ലാം നന്ദി പറയുന്നു. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞാനും പങ്കുചേരുന്നു. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ വലിയ കഴിവുള്ള പ്രഗത്ഭനായ വൈദികൻ എന്നുള്ളതിനേക്കാളും രോഗിയായ ഒരു സാധാരണ വൈദികൻ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു വൈദികൻ, അങ്ങനെ സ്വന്തം ഇടവകയിൽ തന്നെ പട്ടം കെട്ടി അധിക നാളുകൾക്ക് മുമ്പ് തന്നെ രോഗബാധിതനായി സ്വന്തം ഇടവകയിൽ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ഇവിടെ തന്നെ ആയിരിക്കുന്നു. അങ്ങനെയായിരുന്ന സമയത്താണ് അദ്ദേഹം സുവിശേഷത്തിൻ്റെ സുഗന്ധം അനേകരിലേക്ക് പരത്താൻ ആരംഭിക്കുന്നത്. ഇവിടെയുള്ള സഹോദരങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അദ്ദേഹം നടന്നു ചെല്ലുന്നു. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ജാതി വ്യവസ്ഥയുടെ വളരെ ഹീനമായ ഫലങ്ങളിൽ മനുഷ്യോചിതമായ പരിഗണന പോലും കിട്ടാത്ത അനേകം മനുഷ്യർ ഇവിടെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അവരുടെയൊക്കെ കുടിലുകളിലേക്ക് കടന്നു ചെന്ന് അവരോട് വചനം പറഞ്ഞ് അവരെ പഠിപ്പിച്ച് അവരും മനുഷ്യരാണെന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവർക്കും മഹത്വമുണ്ടെന്നുമൊക്കെ അവരെ പഠിപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അങ്ങനെ അവർക്ക് വേണ്ടി അദ്ദേഹം ജീവിക്കുകയാണ്. ആ ഒരു ജീവിതം, അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ എപ്പോഴും ആ പാവപ്പെട്ടവരെ കുറിച്ചുള്ള ചിന്തകളോടുകൂടി മാത്രം ജീവിച്ച ഒരു ജീവിതം, അങ്ങനെ അത് വിശുദ്ധ ജീവിതമായിരുന്നു എന്ന് സഭ അംഗീകരിക്കുകയാണ്. അതാണ് ആ വിശുദ്ധിയുടെ സൗരഭ്യം പരക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ പ്രദേശത്ത് ഓടിയെത്തുന്നതും. നമ്മുടെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അടിസ്ഥാന ബോധ്യമുണ്ട്. ലോകത്തിൻ്റെ മൂല്യങ്ങളല്ല സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങളിൽ തന്നെ പറയുന്നത് കേട്ടാൽ ഇന്നത്തെ ജനം എന്തു പറയും? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ പറയും, പിന്നെ വലിയ ഭാഗ്യമാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അല്ല, സമ്പന്നരായ മനുഷ്യർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിന് പകരം ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അത് ചുമ്മാതെ നമ്മളെ പറ്റിക്കാൻ പറയുന്നതെന്ന് അവർ പറയും. കരയുന്നവർ ഭാഗ്യവാന്മാർ, എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യശീലർ ഭാഗ്യവാന്മാർ. സൗമ്യനായിട്ട് ഇരുന്നിട്ട് എന്ത് കാര്യം? ഇന്നത്തെ കാലത്ത് കാര്യം നടക്കണമെങ്കിൽ ആക്രോശിക്കണം, ആധിപത്യം പുലർത്തണം. ധർമ്മത്തെക്കുറിച്ച് വിശപ്പും ദാഹവും ഉള്ളവർ ഭാഗ്യവാന്മാർ. അതൊക്കെ വലിയ ഭാഗ്യമാണ്. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ഗുണം?
ധർമ്മത്തെക്കുറിച്ച് പോരാടണമെങ്കിൽ എന്തെങ്കിലും അക്രമം നടത്തണം, വലിയ വലിയ വിപ്ലവങ്ങൾ നടത്തണം. അല്ലാതെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യം? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണയ്ക്കൊക്കെ എന്താണ് വില ഇപ്പോഴത്തെ കാലത്ത്? എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യം നടത്തി പോവുക എന്നുള്ളതല്ലാതെ കരുണ കാട്ടുക എന്നൊക്കെ ഉള്ളത് വലിയ പുണ്യമാണോ? നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ, സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ. യുദ്ധം ജയിക്കുന്നവരാണ് ഇപ്പം മിടുക്കന്മാരെന്നാണ് നമ്മൾ പറയുന്നത്. യുദ്ധം ചെയ്ത് ജയിക്കുന്നവരാണ് മിടുക്കന്മാരല്ലാതെ സമാധാന സംസ്ഥാപകരൊന്നുമല്ല. അങ്ങനെ ഏറ്റവും അവസാനം പറയുന്നത്, മനുഷ്യർ എന്നെ പ്രതി നിങ്ങളെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾക്കെതിരായി പലതരത്തിലുള്ള അപവാദങ്ങൾ പരത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതൊക്കെ എന്ത് ഭാഗ്യമാണ് അല്ലേ? നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് വലിയ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ. സുവിശേഷ ഭാഗ്യങ്ങളൊന്നും അത്ര വലിയ ഭാഗ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സുവിശേഷ ഭാഗ്യങ്ങൾ അക്ഷരം പ്രതി ജീവിച്ച ഒരു വിശുദ്ധ പുരോഹിതനെ നമ്മൾ അനുസ്മരിക്കുന്നു. കുഞ്ഞച്ചൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നി, സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ച ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു അദ്ദേഹം. ആത്മാവിൽ ദരിദ്രനായിരുന്നു, കരയുന്നവരുടെ കൂടെയായിരുന്നു, സൗമ്യശീലനായിരുന്നു, ധർമ്മത്തെക്കുറിച്ച്, നീതി എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയാണ്, അഗാധമായ കരുണയുള്ളയാളായിരുന്നു, പാവപ്പെട്ടവരോടുള്ള വലിയ കരുണ ഉള്ള വ്യക്തിയായിരുന്നു. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട്, നമുക്ക് ഒത്തിരി സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്കൊത്തിരി സമ്പത്തൊന്നും വേണ്ട, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും അവനെ സ്നേഹിക്കാനുമുള്ള ഒരു മനസ്സ് മാത്രം മതി. നമ്മൾ ഓർക്കണം, എവിടെല്ലാം നമ്മുടെ ക്രൈസ്തവരുണ്ടോ അവിടെയൊക്കെ പള്ളിയുണ്ട്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം കാണും, പള്ളിക്കൂടത്തിൻ്റെ അപ്പുറത്തൊരു ആശുപത്രി കാണും, പിന്നെ അതിനോട് ചേർന്നൊരു കാരുണ്യ ഭവനവും കാണും. അനാഥരെയും ദരിദ്രരെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരിടവും കാണും. സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളുള്ള അനേകം ദേവാലയങ്ങൾ നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ പള്ളിയോടൊപ്പം കാരുണ്യ ഭവനങ്ങളും ഉണ്ടാകുന്നത്? ഉപേക്ഷിക്കപ്പെട്ട അച്ചായന്മാരെയും അമ്മച്ചിമാരെയും, തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെയും ഭിന്നശേഷിക്കാരെയും ഒക്കെ സംരക്ഷിക്കാൻ ഭവനങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആരംഭിക്കുന്നത്? എവിടെ ചെന്നാലും. കാരണം സുവിശേഷം നമ്മളെ അതിന് നിർബന്ധിക്കുകയാണ്. പള്ളിയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു ആത്മീയതയല്ല. നമ്മൾ ദേവാലയത്തിൽ ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ സഹോദരങ്ങളിൽ ദൈവ ചൈതന്യം കണ്ടെത്തി ആ ദൈവത്തെയും സ്നേഹിക്കാനും ആരാധിക്കാനും നമ്മൾ തയ്യാറാവുകയാണ്. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും ദേവാലയത്തിൽ ഒതുങ്ങുന്നതല്ല, സഹോദരങ്ങളിലേക്ക് പടരുന്നതാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ അദ്ദേഹം യഥാർത്ഥ സുവിശേഷ ഉപാസകനായിരുന്നത് കൊണ്ട് ആ സുവിശേഷം ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായിട്ടുള്ളവരെ കണ്ടെത്തി, അങ്ങനെ അവരെ ഉദ്ധരിച്ചുകൊണ്ട്, അവരെ സഹായിച്ച്, അവരിലൂടെ ഈശോയെ സ്നേഹിക്കാനായിട്ട് ഈ വിശുദ്ധനായ വൈദികൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കീർത്തി ഇന്ന് വലിയ പ്രാഗൽഭ്യമുള്ള ഒരു വൈദികൻ എന്നുള്ള നിലയിലല്ല, മറിച്ച് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവരെ ചേർത്ത് നിർത്താനും അവരിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തി അവരെ സ്നേഹിക്കാനും തയ്യാറായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ സമൂഹവും എല്ലായിടത്തും അറിയപ്പെടേണ്ടത് ഈ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകളിലൂടെയാണ്. നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ പള്ളികളുടെ വലിപ്പം കൊണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, കാരുണ്യ ശുശ്രൂഷകളിലൂടെയാണ് നമ്മൾ ഈ രാജ്യത്ത് കൂടുതലായിട്ട് അറിയപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ മിഷണറിമാര് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി അവർ ചെയ്യുന്നത്, അവിടെയൊക്കെയുള്ള ഗ്രാമങ്ങളിൽ മനുഷ്യോചിതമായി പോലും ജീവിക്കാത്ത ഇടങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്
അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ശരിയായ അധ്യയനം അവർക്കായിട്ട് നൽകി അവരെ എല്ലാവരെയും പൊതുധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ്. അതാണ് നമ്മളെ വ്യതിരിക്തമാക്കുന്നത്. എവിടെയായാലും നമ്മൾ അറിയപ്പെടേണ്ടത് നമ്മുടെ കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകളിലൂടെയാണ്. നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ, ഇടവകകൾ ധാരാളം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. താനും നമ്മൾ എല്ലാം ഒന്നും അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ക്രൈസ്തവ സമൂഹം കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ മറ്റേതൊരു സമൂഹത്തെക്കാളും മികച്ചു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം മറ്റൊന്നല്ല, സുവിശേഷം നമ്മളെ അതിനെ നിർബന്ധിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ അവന് സാധിക്കില്ല. അവനെ സുവിശേഷം നിർബന്ധിക്കുകയാണ്. എന്തിനാ? ഇല്ലാത്തവനെ തേടിപ്പോകാൻ, വിശക്കുന്നവനെയും ദാഹിക്കുന്നവനെയും കാരാഗൃഹത്തിൽ കിടക്കുന്നവനെയും അതുപോലെ പരദേശിയും എല്ലാം തേടിപ്പോകാനായിട്ട് നമ്മളെ നിർബന്ധിക്കുകയാണ്. നമ്മുടെ ദിവംഗതനായ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് അഭയാർത്ഥികളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ പേരിലായിരുന്നു. ആരെവിടെ നിന്ന് വന്നാലും അവരെയെല്ലാം സ്വീകരിക്കണമെന്നും രാജ്യങ്ങളുടെ അതിർത്തികൾ അവർക്കായിട്ട് തുറന്നിടണമെന്നും എല്ലാം പറഞ്ഞ മാർപ്പാപ്പ അദ്ദേഹത്തോട് പലരും ചോദിക്കുകയുണ്ടായി, ഈ അഭയാർത്ഥികളെ എല്ലാം വിളിച്ചു കയറ്റി നമ്മുടെ രാജ്യം തന്നെ ഇല്ലാതായി പോകത്തില്ലേ? നമ്മുടെ സംസ്കാരം ഇല്ലാതായി പോകത്തില്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഓരോരുത്തരെയും അവരവരുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ക്രിസ്ത്യാനിയാണോ അഭയാർത്ഥിയെ സ്വീകരിക്കാതിരിക്കാനാവില്ല. നീ ഇല്ലാതായാലും നീ സ്നേഹിക്കണം. ഇതാണ് ക്രൈസ്തവ സന്ദേശം. നീ ഇല്ലാതായാലും നീ സ്നേഹിക്കണം. നമ്മളെ മണ്ടന്മാരാക്കി ചിലപ്പോൾ മിടുക്കന്മാരാകുന്നവർ കാണും. അതൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ വലിയ കാര്യങ്ങളൊന്നുമല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടത് നീ ഇല്ലാതായാലും, നീ പരാജയപ്പെട്ടു പോയാലും, നീ തോറ്റുപോയാലും, നീ കബളിപ്പിക്കപ്പെട്ടാലും നീ സ്നേഹിക്കണം എന്നുള്ളതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് നമ്മുടെ വിശുദ്ധനായ കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുവിശേഷ ഭാഗ്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യങ്ങൾ. ഈ ലോകത്തിൻ്റെ സമ്പത്തും വിജയവും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്നതിലല്ല, മറിച്ച് ഇവിടെ ആത്മീയമായ ദാരിദ്ര്യം ജീവിക്കുന്നതും സൗമ്യതയോടെ, ശാന്തതയോടെ, കരുണയോടെ ജീവിക്കുന്നതുമൊക്കെയാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന വലിയ ബോധ്യത്തോടുകൂടി ജീവിതം സമർപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാം മാതൃവേദി, പിതൃവേദി അംഗങ്ങളാണ്. വളരെ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പരിശീലനം കരുണ കാട്ടാനുള്ള പരിശീലനമാണ്. നമ്മുടെ മക്കൾക്ക് ഇന്ന് ഇല്ലാത്തതും അതുതന്നെയാണ്. കരുണ കാട്ടാൻ അറിയത്തില്ല. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഭിക്ഷ കൊടുപ്പിക്കുമായിരുന്നു. പള്ളിയിൽ ഭണ്ഡാരത്തിൽ നേർച്ചയിടാനും കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തുവിടും. കാരണം കൊടുക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ നമുക്കെവിടെയോ അത് കൈമോശം വന്നു പോയിട്ടുണ്ട്. 1-2 മക്കളിലേക്ക് നമ്മൾ ചുരുങ്ങിയപ്പോൾ അവർക്ക് ആർക്കും ഒന്നും കൊടുക്കാനില്ല. അവരിങ്ങനെ മേടിച്ചു കൂട്ടുകയാണ്. നമ്മളാണെങ്കിൽ കൊടുക്കാനും. അങ്ങനെ സ്വാർത്ഥതയുടെ പാഠങ്ങൾ അറിയാതെ അഭ്യസിച്ചു പോകുന്ന നമ്മുടെ കുടുംബങ്ങളിൽ കാരുണ്യത്തിൻ്റെ പാഠങ്ങൾ ഉണ്ടാവണം. ഞാനൊരു ചെറുപ്പക്കാരനെ കുറേ നാളുകൾക്ക് മുമ്പ് കണ്ടെത്തി. അവന് നാട്ടിലെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും മുമ്പിലുണ്ട്. 6 മാസം കൂടിയിരിക്കുമ്പോൾ അവൻ രക്തദാനത്തിനായിട്ട് പോകും. ആർക്കെങ്കിലും വീട് പണിയാനായിട്ട് സഹായം വേണമെങ്കിൽ അവൻ പോയി പണി ചെയ്ത് കൊടുക്കും. അവൻ്റെ ജോലി കഴിഞ്ഞ് വന്നാൽ അവനെല്ലാം പൊതുകാര്യങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഒരു നല്ല ചെറുപ്പക്കാരൻ. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിന്റെ സമപ്രായക്കാരെ ഒന്നും ഇങ്ങനെ കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഇത്രയും സഹജീവികളെ സ്നേഹിക്കാൻ നിനക്ക് എവിടെ നിന്നാണ് പരിശീലനം കിട്ടിയത്? അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, പിതാവേ, അത് വളരെ തമാശാണ്. എന്താണ്? ഞങ്ങൾ 4-5 ആമക്കളാണ് വീട്ടിൽ. അമ്മയോടൊരു പ്രത്യേക അടുപ്പം കാണുമല്ലോ ആ മക്കൾക്ക്. അമ്മ വൈകുന്നേരം അത്താഴം എല്ലാം കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറുമ്പോൾ ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്.
അപ്പൻ നേരത്തെ പോയി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അമ്മയെ സഹായിക്കുകയാണ്. അപ്പോൾ അപ്പൻ മാത്രമായിട്ട് അങ്ങനെ അമ്മയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ആ മക്കളും കൂടെ കയറി പാത്രം കഴുകാൻ തുടങ്ങി. അമ്മയെ സ്നേഹിക്കാൻ, അമ്മയെ സഹായിക്കാൻ അവർ പരിശീലിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, 4-5 മക്കളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴുകാനുള്ള പാത്രം ഇപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അയലോക്കത്തുകാരുടെയും പാത്രം കഴുകി കൊടുക്കുന്നുണ്ട്. തമാശയായിട്ട് പറഞ്ഞതാണല്ലോ. എനിക്ക് തോന്നി വളരെ ലളിതമായൊരു കാര്യം. പക്ഷേ കാരുണ്യം, കരുണ കാട്ടാൻ നമ്മുടെ മക്കൾ പഠിക്കുന്നത് എങ്ങനെയാണ്? കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം കരുണ കാട്ടുന്നത് കണ്ടാണ്. അമ്മയെ കരുതുന്ന, സ്നേഹിക്കുന്ന അപ്പനെ കണ്ടും, അപ്പനെ ആദരിക്കുകയും അപ്പനോട് കരുണയും സ്നേഹവുമുള്ള അമ്മയെ കണ്ടും മക്കൾ വളരുകയാണെങ്കിൽ അവരും അറിയാതെ സ്നേഹിക്കുന്ന മക്കളായിട്ട് മാറും. സ്നേഹിക്കാനുള്ള പാഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. കരുണ കാട്ടാനുള്ള പാഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് കാരുണ്യത്തിൻ്റെ അഗാധമായ ഉദാഹരണം, മാതൃക നമുക്ക് കാട്ടിത്തന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം വഴി നമ്മുടെയും കുടുംബങ്ങൾ, നമ്മുടെയും ജീവിതങ്ങൾ കൂടുതൽ കാരുണ്യത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.